നമസ്കാരം. നടൻ സൂര്യയുടെ അഗരമെന്ന ഫൗണ്ടേഷന്റെ ഒരു വാർത്തയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സിനിമാ നടന്മാരുമായി താരതമ്യം ചെയ്തൊരു വാർത്ത ചെയ്തിരുന്നു. കുറേയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കാണാനായി. ഒരു കാര്യം പറയാലോ, ഇത്രയും പച്ചയായ മനുഷ്യർ അഭ്രപാളിയിൽ നമ്മുടെ മുന്നിൽ വലിയ താരങ്ങളായിട്ടൊക്കെ അവതരിക്കുന്നവർ, അതിനപ്പുറത്തേക്ക് എത്ര പച്ചയായ മനുഷ്യനാണെന്നൊക്കെ കാണുമ്പോൾ അതിന് ഒരു പ്രതികരണം കൂടി നിങ്ങൾ കേൾപ്പിക്കാം. ഒരു മനുഷ്യന് ഇത്രമാത്രം, അതായത് അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ട് അതിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും സിമ്പിൾ ആകാൻ കഴിയുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കേട്ടപ്പോൾ തോന്നി. അതായത് ആ അഗരം പരിപാടിയുടെ ചില പ്രതികരണങ്ങളൊക്കെ അതിനുശേഷം പുറത്തേക്ക് വന്നിരുന്നു. 51 ഡോക്ടർമാർ, 1800ഓളം എഞ്ചിനീയർമാർ, ഒരു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരു നടൻ യാഥാർത്ഥ്യമാക്കിയ കാര്യങ്ങളാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഹൃദയത്തിലൊക്കെ വന്ന് തൊട്ടിട്ട് പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലൊരു വാചകം അദ്ദേഹം പറയുന്നത് കേട്ടു. മുഴുവൻ കേൾപ്പിക്കാൻ കഴിയില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അതിലെ கிறிஸ்டல் கிளியர் ஆயிட்டுள்ள கிறிஸ்பி ஆயிட்டுள்ள ஒரு பாகம் നിങ്ങളെ കേൾപ്പിക്കുകയാണ്. இதுக்கு நீங்க முக்கியமான காரணம். உங்களோட விடாமுயற்சி தான் எங்களை இந்த 15 வருஷம் கூட்டிட்டு வந்துச்சு. நீங்க பாதியில படிப்பை நிப்பாட்டி இருந்தீங்க, இல்லாட்டி நீங்க இந்த மாதிரியான கனவுகளெல்லாம் நீங்க ஜெயிக்கல அப்படின்னா எங்களோட 15 வருஷ பயணம் இருந்திருக்காது. நீங்க எதிர்நீச்சல் போட்டீங்க. வாழ்க்கை என்னென்னமோ பண்ணிச்சு, உங்களை எதுவுமே கொடுக்காம இருந்துச்சு. ஆனா அதை பத்தியெல்லாம் கவலைப்படாம எனக்கு இதுதான் இலக்கு, நான் கல்வியை நம்புறேன், கல்விதான் எனக்கு ஆயுதம், நான் நிச்சயமா நான் படிப்பேன் அப்படின்னு சொல்லிட்டு 15 வருஷம் நீங்க விடாம பண்ண இந்த முயற்சிகள் தான் இந்த நாளைக்கு எங்களை கூட்டிட்டு வந்திருக்கு, நம்மளை குடும்பமா ஆக்கியிருக்கு. எனக்கு இவ்வளவு தங்கச்சிகள் கிடைச்சிருக்காங்க, இவ்வளவு தம்பிகள் கிடைச்சிருக்காங்க, இவ்வளவு உறவு கிடைச்சிருக்கு. இது மட்டுமே பண்ணாம நீங்க திரும்பி கொடுத்துருக்கீங்க. நான் இப்பதான் அண்ணன் சொல்லிட்டு இருந்தேன், நான் அகரம் ஆரம்பிக்கும் போது எனக்கு 35-36 வயசு இருக்கும். பட் நீங்க 20 வயசு 22 வயசுலயே சமுதாயத்தை பத்தி திரும்பி நினைக்க ஆரம்பிச்சிட்டீங்க. இப்ப அகரம் நடத்திட்டு இருக்கிறது அகரம் முன்னாள் மாணவர்கள். சோ அதுதான் எங்களுக்கு ரொம்ப ரொம்ப சந்தோஷமான விஷயமா இருக்கு. இந்த செயின் வரணும், இந்த சைக்கிள் வரணும்னு ஆசைப்பட்டுட்டு இருந்தோம். அது ரொம்ப அழகாவே வந்திருக்கு. அது ரொம்ப அழகாவே நீங்க நடத்தி கொடுத்துட்டு இருக்கீங்க. கற்க கசடர கற்பவை நிற்க அதற்கு தக அப்படிங்கிற மாதிரி படிச்சதையும் பெற்றதையும் திரும்ப பல மடங்கா நீங்க கொடுத்துட்டு இருக்கீங்க. അതോടെ സന്തോഷം ചൊല്ലി മാളാതെ. സത്യം പറഞ്ഞാൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൂര്യയോട് വലിയ അസൂയ തോന്നിപ്പോയ ഒരു സംഭവമാണ്. നമ്മളും ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നവരാണ്. ആ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് സൂര്യ അടയാളപ്പെടുത്തി പോകുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു പക്ഷേ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും ആ മനുഷ്യനെ ഓർക്കാനും അല്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനും എത്ര മനുഷ്യർ, എത്ര കുടുംബങ്ങൾ, അതും സ്വന്തം സെലിബ്രിറ്റി സ്റ്റാറ്റസ് എല്ലാം മറികടന്നുകൊണ്ട് സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യരെ അവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്ന വാചകമാണ്, നിങ്ങൾ കൂടി സഹകരിച്ചതുകൊണ്ടാണ് 15 വർഷങ്ങൾക്കിപ്പുറം അഗരം എന്നൊരു ഫൗണ്ടേഷൻ നിലനിൽക്കുന്നത്, അത് ജീവനോടെ മുന്നോട്ട് പോകുന്നത്. അന്ന് അതിന്റെ ഭാഗമായി മാറിയിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ, പിന്നോക്കക്കാരായിട്ടുള്ള ഈ മനുഷ്യരെ എല്ലാം കൊണ്ട് അദ്ദേഹം മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന സന്ദർഭങ്ങളിൽ അവർ ഉഴപ്പ് കാട്ടിയിരുന്നെങ്കിൽ, അവർ ആത്മാർത്ഥത കാട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഫൗണ്ടേഷൻ വിചാരിച്ചത്ര വിജയിക്കുമായിരുന്നില്ല. എന്തു നല്ല വാക്കുകളാണ്, എത്ര നല്ല മനുഷ്യത്വം തുളുമ്പുന്ന വാചകങ്ങളാണ്. ഇങ്ങനെയും മനുഷ്യന് സംസാരിക്കാൻ കഴിയുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പരിപാടിയുടെ കുറെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഫീലിങ്സ് ആയിട്ട് അത് അനുഭവിക്കാൻ കഴിഞ്ഞതാണ്. അതായത് അതിലെ ഓരോ കുട്ടികളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നത് കേൾക്കാനിടയായി. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ സൂര്യ എന്തുകൊണ്ടാണ് അത് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ പരിപാടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമാണ്. അത്രമാത്രം ജീവിതത്തോട് പടപൊരുതി വന്ന മനുഷ്യരെയാണ്, അല്ലെങ്കിൽ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്നവരെയാണ് അദ്ദേഹം കൈപിടിച്ചുയർത്തി ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ അതിലൊരു എഞ്ചിനീയർ ആയിട്ടുള്ള പെൺകുട്ടി ഏതോ ഒരു വലിയ കമ്പനിയുടെ മാനേജറാണ്. ആ ചടങ്ങിൽ വെച്ചിട്ട് സൂര്യയെ കൊണ്ട് സ്വന്തം കുഞ്ഞിന്റെ എഴുത്തിന് ഇരുത്തുന്നത് കണ്ടു. അതായത് സൂര്യ തന്നെ എഴുതിക്കണമെന്നുള്ള ആവശ്യം പറയുകയും കണ്ണീരോടെ ആവശ്യം ഉന്നയിക്കുമ്പോൾ എത്ര സിമ്പിൾ ആയിട്ടാണ് അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഈ താര പദവികളൊക്കെ ചിലർക്ക് തലക്കനമായി മാറുമ്പോൾ അതൊന്നും ഒരു അലങ്കാരമായിട്ടേ പോലും കാണാതെ അവരിൽ ഒരാളായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ട് സൂര്യക്ക് ഇടപഴകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന കാര്യം. അതോടൊപ്പം തന്നെ
ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് നാളുകളിൽ ഈ കാലം ചർച്ച ചെയ്യുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോടികൾ സമ്പാദിച്ച് ആഡംബര ജീവിതങ്ങൾക്കപ്പുറം അതിന്റെ ഒരു വിഹിതം, അത് പല തരത്തിൽ അദ്ദേഹം ആ ഫണ്ട് റേസ് ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പലരും സഹായിച്ചിട്ടുണ്ട്, കോർപ്പറേറ്റുകളുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 6000-ഓളം പേർക്കാണ് വഴി നടത്തിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ ഏതൊരു സിനിമാ നടൻ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും? നമ്മുടെ പത്രങ്ങളിലെല്ലാം പലപ്പോഴും അവരിറക്കുന്ന ആഡംബര കാറുകളെ കുറിച്ചൊക്കെ വലിയ വാർത്തകൾ വരുന്നു, അവരുടെ ജീവിത ശൈലിയെക്കുറിച്ച്, അവരുടെ യാത്രകളെ കുറിച്ചൊക്കെ വലിയ വാർത്തകൾ വരുന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ഒരു ദുഷിച്ച മാധ്യമ പ്രവർത്തനത്തിന്റെ കാലമാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ എന്താകണമെന്ന് സൂര്യ ജീവിച്ച് കാണിച്ചു തരികയാണ്. അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനങ്ങൾ, അതിൽ ഭാഗഭാക്കായിട്ടുള്ള 51 ഡോക്ടർമാർ, അവരുടെ പ്രയാസങ്ങളും അവർ ഇത് കടന്നു വരുമ്പോൾ തിരിച്ച് അദ്ദേഹത്തിനോട് നന്ദി സൂചകമായിട്ട് പറയുന്ന വാക്കുകൾ, അത് നേരത്തെ പറയുന്നു, മനുഷ്യത്വമുള്ള മനുഷ്യരുടെ കണ്ണ് നിറയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഒറ്റ വാചകമേ പറയുന്നുള്ളൂ, നേരത്തെ ആ കുട്ടികളാണ് ഈ ഫൗണ്ടേഷനെ പോലും അന്വർത്ഥമാക്കിയത്, അതിന് ഇന്നിങ്ങനെ ഒരു ലേബൽ ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ കാരണക്കാർ ആ കുട്ടികൾക്കാണ് എന്നുള്ള രീതിയിൽ അതിന്റെ ക്രെഡിറ്റ് കൂടി അവർക്ക് കൊടുക്കാൻ സൂര്യ തയ്യാറാകുമ്പോൾ അയാളുടെ ഉള്ളിലെ വിശാലമായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് യു സൂര്യ. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിന്റെ വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്.